ബൂത്ത് ലെവൽ ഏജന്റുമാരെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന്റെ പ്രവർത്തനം പഠിപ്പിക്കാനൊരുങ്ങി കോൺഗ്രസ്. ഇതിനായി പരിശീലനം ലഭിച്ച പാർട്ടി പ്രവർത്തകരെ ഡൽഹി കോൺഗ്രസ് ഒരുക്കിക്കഴിഞ്ഞു. ഇവരാണ് ബൂത്തിലിരിക്കുന്ന ഏജന്റുമാർക്ക് EVMന്റെ സാധാരണ നിലയിലുള്ള പ്രവർത്തനം എങ്ങനെയെന്ന് മനസ്സിലാക്കി കൊടുക്കുക. ഒരു തരത്തിലുള്ള കൃത്രിമം കാണിക്കാതിരിക്കാനും ഇതിന്റെ പേരിൽ ഒരു വോട്ട് പോലും നഷ്ടപ്പെടുന്നത് ഒഴിവാക്കാനുമാണ് കോൺഗ്രസിന്റെ മുൻകരുതൽ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ചില കോണുകളിൽ നിന്ന് EVMുമായി ബന്ധപ്പെട്ട ചില പരാതികൾ ഉയർന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് കോൺഗ്രസ് രംഗത്തെത്തിയത്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് ഡൽഹി കോൺഗ്രസ് പ്രദേശ് കമ്മിറ്റി ഓഫീസിലൊരുക്കിയ വാർ റൂമിലാണ് ഈ യൂണിറ്റിന്റെ പ്രവർത്തനവും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ക്യാമ്പയിനും മറ്റു പരിപാടികളുമെല്ലാം ഇവിടെ നിന്ന് തന്നെയാണ് നിയന്ത്രിക്കുന്നത്. ബൂത്ത് ലെവൽ ഏജന്റുമാരുടെ ലിസ്റ്റ് സ്കാൻ ചെയ്ത് ഓരോരുത്തരെയും വിളിച്ച് EVMുകളുടെ പ്രവർത്തനത്തെക്കുറിച്ച് വിശദമായി പറഞ്ഞു കൊടുക്കുന്നതാണ് രീതി. അതോടൊപ്പം EVMുമായി ബന്ധപ്പെട്ട് എത്രത്തോളം അറിവ് ഇവർക്കുണ്ട് എന്ന് മനസ്സിലാക്കാൻ ചോദ്യങ്ങൾ ചോദിക്കുന്നുമുണ്ട്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. ബൂത്ത് ലെവൽ ഏജന്റുമാരായി വിന്യസിക്കപ്പെടുന്ന ആളുകളുടെ ലിസ്റ്റ് ബൂത്ത് ചുമതലയുള്ളവരിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിക്കും. EVMുകളുടെ ഘടകങ്ങളും പതിവ് പ്രവർത്തനങ്ങളും ഏജന്റുമാർക്ക് ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അതോടൊപ്പം വോട്ടിംഗ് ദിവസം എന്തെങ്കിലും അപാകത സംഭവിച്ചാൽ ഉടൻ റിപ്പോർട്ട് ചെയ്യാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. വാർ റൂം നിയന്ത്രിക്കുന്ന വിനോദ് കുമാർ ദുബൈ പറഞ്ഞു. EVMുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കോൺഗ്രസ് നേരത്തെ ഉന്നയിക്കുന്നുണ്ട്. അതേസമയം കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലും EVMനെ കുറിച്ച് പ്രത്യേകം പറയുന്നുണ്ട്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന്റെ കാര്യക്ഷമതയും ബാലറ്റ് പേപ്പറിന്റെ സുതാര്യതയും സംയോജിപ്പിച്ച് തെരഞ്ഞെടുപ്പ് നിയമങ്ങളിൽ ഭേദഗതി വരുത്തുമെന്നാണ് കോൺഗ്രസ് പറയുന്നത്. വോട്ടിംഗ് രീതി EVM വഴിയായിരിക്കുമെങ്കിലും മെഷീൻ വഴി ലഭിക്കുന്ന സ്ലിപ്പ് പരിശോധിക്കാനും ബോക്സിൽ നിക്ഷേപിക്കാനും അവസരം ഒരുക്കുമെന്നാണ് കോൺഗ്രസ് പറയുന്നത്. EVMുകൾ സംബന്ധിച്ച പ്രതിപക്ഷത്തിന്റെ ആശങ്കകൾ ചർച്ച ചെയ്യാൻ പ്രത്യേകം യോഗം ചേരണമെന്നാവശ്യപ്പെട്ട് ഇക്കഴിഞ്ഞ ജനുവരിയിൽ കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് കത്തെഴുതിയിരുന്നു. അതേസമയം വോട്ടിംഗ് യന്ത്രത്തിന്റെ ഹാക്കിങ്ങിനോ അട്ടിമറിക്കോ തെളിവില്ലെന്ന് അടുത്തിടെ സുപ്രീം കോടതി വ്യക്തമാക്കിയിരുന്നു. മെയ് 25 നടക്കുന്ന 6ാം ഘട്ടത്തിലാണ് ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ.